നമസ്കാരം. ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോയ്ക്ക് മികച്ച ഒരു പ്രതികരണമാണ് ലഭിച്ചത്. അതായത് പുരുഷന്മാരുടെ അവിഹിത ബന്ധത്തിനുള്ള കാരണങ്ങൾ. ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരുപാട് പേര് എനിക്ക് മെയിൽ അയച്ചു. അതായത് നിങ്ങള് സ്ത്രീകളുടെ കാര്യം സംസാരിക്കുന്നില്ലേ, പുരുഷന്മാര് മാത്രമേ ഉള്ളൂ ഈ അവിഹിതത്തില് പോകുന്നതെന്ന്. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യമാണ് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ എനിക്ക് വരുമെന്നുള്ളത്. അപ്പൊ ഞാന് അന്നേ തീരുമാനിച്ച കാര്യമാണ്, ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് സ്ത്രീകളുടെ അവിഹിത ബന്ധങ്ങളെ കുറിച്ചും ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. സ്ത്രീകളുടെ അവിഹിത ബന്ധത്തിനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പുരുഷന്മാരുടെ അവിഹിത ബന്ധങ്ങൾക്കുള്ള കാരണങ്ങളും സ്ത്രീകളുടെ അവിഹിത ബന്ധങ്ങൾക്കുള്ള കാരണങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാണ്. ഓക്കെ, അപ്പം സ്ത്രീകളുടെ അവിഹിത ബന്ധത്തിനുള്ള കാരണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പറയാം. ഞാൻ ആദ്യമേ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഞാൻ എല്ലാ സ്ത്രീകളെ കുറിച്ചുമല്ല പറയുന്നത്, എല്ലാ സ്ത്രീകളും അവിഹിത ബന്ധത്തിൽ പോകുന്നുണ്ടെന്നുമല്ല പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ഇങ്ങനത്തെ ബന്ധങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണങ്ങൾ വിശദമാക്കാം. പണ്ടത്തെ കാലത്ത് ഈ വിവാഹ മോചനങ്ങളൊക്കെ സാധാരണ ഉണ്ടായിരുന്നതിന്റെ കാരണങ്ങളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നീ സ്ത്രീധന പീഡനം, അല്ലെങ്കിൽ ഈ ഭർത്താക്കന്മാര് വെള്ളമടിച്ച് വഴക്കുണ്ടാക്കി വീട്ടിൽ അടിയും ബഹളവും ഉണ്ടാക്കുന്നു. ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് വരെയും ഈ ഡൈവോഴ്സുകളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ രണ്ടിലും ഏതെങ്കിലും ഒക്കെ ഒന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ ഏകദേശം ഒരു 80-85% വിവാഹമോചനങ്ങളും അവിഹിത ബന്ധത്തിന്റെ കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കുടുംബ കോടതിയിലൊക്കെ വരുന്ന കേസുകളൊക്കെ കൂടുതലും ഈ അവിഹിത ബന്ധങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാഹമോചനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് വിവാഹത്തിനോടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു എന്ന് പൊതുവെ പറയാറുണ്ട്. അതായത് പുരുഷന്മാരൊക്കെ നമ്മൾ പല സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ പെണ്ണ് കിട്ടാനില്ല. പെണ്ണിന്റെ കുറവുകൊണ്ടാണോ, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഇന്ത്യയിൽ തന്നെ വേറൊരു സംസ്ഥാനം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് കൂടുതൽ. അതിനകത്ത് സ്ത്രീകളുടെ ജനസംഖ്യ കുറഞ്ഞതുകൊണ്ടൊന്നുമല്ല ഇപ്പോൾ പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടാത്തത്. കാരണം സ്ത്രീകൾക്ക് വിവാഹം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവര് കൂടുതലും ജോലി സംബന്ധമായിട്ട് അവർക്ക് ഒരുപാട് ഉയർച്ച വന്നു. പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു അടിവസ്ത്രം വാങ്ങണമെങ്കിൽ പോലും ഭർത്താവിനോട് ചോദിക്കണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ കയ്യും കാലും പിടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണേ പോലും ഭർത്താവിനോട് അനുവാദം ചോദിക്കേണ്ട ഒരു കാലമായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് ആ കാഴ്ചപ്പാടൊക്കെ മാറി. സ്ത്രീകൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങി, ഭർത്താക്കന്മാരെക്കാളും കൂടുതലും ഏൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിക്കാതെ നല്ല കാര്യമാണ്, സ്ത്രീകൾ ഏൺ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അതായത് സ്ത്രീകൾ ഏൺ ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ചിന്താഗതികളും മാറിപ്പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവരുടെ ചിന്താഗതികളും മാറി. ഭർത്താവില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് അവർ മാറി. വീട്ടിലെ ചെറിയ അല്ലറ ചില്ലറ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പണ്ടൊക്കെ പറയല്ലേ ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും എന്നൊക്കെയുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇപ്പം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ടൊക്കെ ഒരു ചെറിയ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പതുക്കെ സോൾവ് ആകും, പെട്ടെന്ന് തന്നെ, അധികം താമസിക്കാതെ തന്നെ സോൾവ് ആകുന്ന ഒരു കാലമായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ സോൾവ് ആകുന്നില്ല, അത് കൂടുതൽ വഷളാകുകയാണ്. കാരണം സ്ത്രീ ചിന്തിക്കുന്നത്, ഞാൻ എന്തിന് ഇയാളുടെ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തിന് ഇയാളെ അനുസരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് സ്ത്രീകൾ മാറി. അന്നേരം കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു തകർച്ച ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീകളുടെ ഈ ഒരു മാറ്റത്തോടെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച ആരംഭിച്ചു എന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് കേസുകളിൽ സ്ത്രീകൾക്ക് പണം ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് അഹങ്കാരം കൂടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം ഇവര് ഒന്ന് ബോൾഡ് ആവും കയ്യിൽ പണമൊക്കെ വന്നു കഴിയുമ്പോഴത്തേന്. ഭർത്താവിന്റെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാം എന്റെ ഇഷ്ടം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് അവർ സ്വാഭാവികമായിട്ടും മാറുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, 100% സ്ത്രീകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഭൂരിപക്ഷം എന്നാണ് ഞാൻ പറയുന്നത്. ഭൂരിപക്ഷം ഇപ്പോഴത്തെ കാലത്തെ ന്യൂ ജനറേഷൻ സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു കാര്യം സ്ത്രീകളിൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നില്ല. ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ
ഇപ്പോൾ കൂടുതൽ പേരും ഇത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഷെയർ ചെയ്യുന്ന ഒരു പതിവുണ്ട്. ഒന്നീ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു സാഡ് സ്മൈലി ഇട്ടുകൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് ഇട്ടുകൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ മ്ലാനത കലർന്ന ഒരു മുഖം സെൽഫി എടുത്തിട്ട് അങ്ങനെയൊക്കെ ഇടുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണാറുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദ്യം ചെയ്യാൻ വരും, എന്ത് പറ്റി, എന്താണ് ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടത്, അല്ലെങ്കിൽ എന്താണ് മുഖം വിഷമിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് പേര് നമ്മളുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ പരിഹാരം കാണാൻ വേണ്ടി ഒരുപാട് പേര് വരും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. പുരുഷന്മാർക്ക് അങ്ങനെ കുറവായിരിക്കും, പക്ഷെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആങ്ങളമാരും അല്ലെങ്കിൽ സ്നേഹം തുളുമ്പി നിൽക്കുന്ന ഒരുപാട് പേര് ചോദ്യം ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ പൊതുവെ സ്ത്രീകൾ എന്താ പറയുക, ഇച്ചിരി ആരോടും ഇച്ചിരി കമ്പനി കൂടുതലുള്ള ആളോടാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയും, വീട്ടിലത്തെ വിഷയങ്ങളൊക്കെ പറയും. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം കഴിഞ്ഞ പുരുഷനായിക്കോട്ടെ അല്ലാത്ത പുരുഷനായിക്കോട്ടെ, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ ഒരു പുരുഷൻ, നമ്മൾ നോർമലായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമല്ല പറഞ്ഞത്, അതിനും ഉപരി എന്തെങ്കിലും പ്രശ്ന പരിഹാരത്തിന് മുന്നോട്ടിറങ്ങിത്തിരിക്കുന്നു. അതായത് അവരുടെ സ്ത്രീയുടെ കുടുംബ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള എന്തെങ്കിലും പ്രശ്ന പരിഹാരത്തിന് ഒരു പുരുഷൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ വിചാരിച്ചോളുക, അവന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ, അവൻ അന്നേരം കുറച്ച് സെന്റിയൊക്കെ വാരി വിതറും. അതായത് ഇതൊന്നും സാരമുള്ള കാര്യമൊന്നുമല്ല, ഇതൊക്കെ എൻ്റെ ലൈഫിലും ഉണ്ട്, എൻ്റെ കുടുംബത്തിലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഞാനും ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയിൽ നിന്ന്. അപ്പം കേൾക്കുന്ന അവൾ വിചാരിക്കും, ഓ ശരി, സമാന അനുഭവങ്ങളുള്ള ആൾക്കാരാണ് ഞാനും അയാളും. അപ്പോൾ പതുക്കെ ആ ഒരു ചാറ്റോ അല്ലെങ്കിൽ സംസാരമോ ഇച്ചിലൂടെ കൂടുതൽ അടുപ്പത്തിലേക്ക് വരാനും അത് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനുമുള്ള സാധ്യതകൾ ഇക്കാലത്ത് ഒരുപാട് കൂടി വരുന്നുണ്ട്. അങ്ങനെ ആ ബന്ധം വളർന്നൊരു അവിഹിത ബന്ധത്തിലേക്ക് അത് പോകാനുള്ള സാധ്യത കൂടി വരുന്നുണ്ട്. ആ അവിഹിത ബന്ധം പിന്നീട് ശാരീരിക ബന്ധത്തിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു വിവാഹിതയായിട്ടുള്ളൊരു സ്ത്രീയെ മറ്റൊരു വിവാഹിതനായിട്ടുള്ള പുരുഷനോ അല്ലെങ്കിൽ വിവാഹിതനല്ലാത്ത ഒരു പുരുഷനോ സ്നേഹിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് 98% അവളുടെ ശരീരം മോഹിച്ച് മാത്രമാണ് എന്നുള്ളതാണ് സത്യം. 98% പുരുഷന്മാരും, ഈ 2% പുരുഷന്മാരും മാത്രമേ കാണത്തുള്ളൂ അല്ലാത്ത ഒരു അല്ലെങ്കിൽ അവളുടെ വിഷയങ്ങൾ ഒക്കെ ഒന്ന് പരിഹരിക്കാം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കൊടുക്കാമെന്ന് ചിന്തിക്കുന്നുള്ളൂ. ബാക്കി അടുത്തു കൂടുന്ന 98% പുരുഷന്മാരും സ്ത്രീകളെ വശീകരിച്ച് എങ്ങനെയെങ്കിലും അവരുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തനിക്കൊരു താങ്ങ് തണല്, തന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാള് എന്നുള്ളൊരു രീതിയിലേക്കായിരിക്കും ആ പുരുഷന്റെ അടുത്ത് പെരുമാറുന്നത്. സ്ത്രീ അന്നേരം ലൈംഗികതയെക്കുറിച്ചോ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുകയില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ഭർത്താവുമായിട്ട് പ്രശ്നങ്ങൾ, അപ്പോൾ ഒരു റിലീഫായിട്ട് തനിക്ക് കേൾക്കാൻ പറ്റുന്ന ഒരാള് എന്നുള്ള രീതിയിലായിരിക്കും ആ പുരുഷനുമായിട്ട് കൂടുതൽ സംസാരിക്കുന്നതും കാര്യങ്ങൾ തുറന്നു പറയുന്നതും. പണ്ടികളായ സ്ത്രീകളും മനസ്സിലാക്കുന്നില്ല ഈ പുരുഷൻ 98% പുരുഷന്മാരും ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയാണ് തങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളത്. കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന് ഫ്രൂട്ട് കഴിക്കാനല്ല, ഫ്രൂട്ട് സലാഡ് കഴിക്കാനാണ് താല്പര്യം. തരം കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു പെണ്ണുമായിട്ട് ഒരു ലൈംഗികതയായാലോ അല്ലെങ്കിൽ ചാറ്റായാലോ വാട്ടവർ എന്തായാലും അതിനുള്ള ഒരു ശ്രമം പുരുഷൻ നടത്തിയിരിക്കും. പുരുഷന്മാർ എന്നെ തെറി വിളിച്ചിട്ടോ ചീത്ത വിളിച്ചിട്ടോ കാര്യമില്ല. അപ്പൊ സ്ത്രീകൾ വിചാരിക്കുന്ന എന്നാന്നറിയാം, ഇവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് എന്താ പറയാ, ഞാൻ കൂടുതൽ സപ്പോർട്ട് ആയിരിക്കും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയാണ് ഇവരോടുള്ള കാര്യങ്ങളും തുറന്നു പറയുന്നു, വീട്ടിലെ കുടുംബകാര്യങ്ങൾ പറയുന്നു, ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തമ്മിൽ ഇവർ അടുക്കുകയും ചെയ്യും. പിന്നീട് ശാരീരിക ബന്ധത്തിലേക്ക് ചിലപ്പോൾ പോവുകയും ചെയ്യും. കുടുംബ ബന്ധം കൂടുതൽ തകരാറിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം ഒരാളുമായിട്ട് സ്ത്രീ അടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുണ്ടെന്നോ ഭർത്താവുണ്ടെന്നോ ഉള്ളൊരു ചിന്താഗതിയൊന്നും പെണ്ണുങ്ങൾക്കില്ല. പൂർണ്ണമായിട്ട് അവർ ആ പുരുഷനിലേക്ക് അങ്ങ് ഒരു അടിമപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. മിക്ക സ്ത്രീകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പുരുഷന്മാർക്ക് പക്ഷേ ഈസി ആയിട്ട് ഇതിൽ നിന്നൊക്കെ ഊരിപ്പോരാം. അവള് പോയെങ്കിൽ പോട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പമായിരിക്കും. ആ ഒരു അടുപ്പം കാരണം കുടുംബത്ത് ഭർത്താവിനെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ സ്നേഹിക്കാനോ കുടുംബകാര്യം നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും പിന്നീട് ഈ ഒരു ബന്ധത്തിലേക്ക് വന്നപ്പോൾ അതെല്ലാം താറുമാറാകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അങ്ങനെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുന്നു, ഇവർ തമ്മിലുള്ള അകൽച്ച, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ച കൂടുന്നു. അങ്ങനെ കുടുംബ ബന്ധങ്ങൾ താറുമാറാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അത് പിന്നെ ഡൈവോഴ്സിലേക്ക് പോകുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ 10 കാര്യങ്ങൾ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 10 കാര്യങ്ങളിൽ 5 കാര്യങ്ങൾ നല്ലതായിരിക്കും, 5 കാര്യങ്ങൾ മോശമായിരിക്കും.
ഈ മോശം കാര്യങ്ങളാണ് സ്ത്രീകൾ കൂടുതലും ഫോക്കസ് ചെയ്തത്. ഈ മോശം കാര്യങ്ങളെ പിടിച്ചാണ് ചിലപ്പോൾ അയാളുടെ വെള്ളവടിയായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂട്ടുകൂടിയുള്ള നടത്തമായിരിക്കും, അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കുന്നോ എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ കുടുംബം നോക്കാത്തതായിരിക്കും, വാട്ടവർ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ 5 കാര്യങ്ങൾ, ഭർത്താവിനെ ഇഷ്ടമില്ലാത്ത 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഭർത്താവിനെ വെറുക്കുന്ന ഒരു സ്ത്രീയെ വേറൊരു ബന്ധത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴുള്ള കുഴപ്പം എന്നാണെന്നറിയോ? ഈ ഭർത്താവിന്റെ ദോഷങ്ങളില്ലാത്ത വേറെ ഒരു പുരുഷനെ ഈ സ്ത്രീ കണ്ടുമുട്ടിയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പരിചയപ്പെട്ട ഒരു ബന്ധം തുടങ്ങിയെന്ന് വിചാരിച്ചു. ചിലപ്പം വെള്ളം അടിക്കാത്ത ഒരു ആളായിരിക്കും, ദേഷ്യപ്പെടാത്ത ആളായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ആളായിരിക്കും. സ്ത്രീ വിചാരിക്കും, കണ്ടോ എന്റെ ഭർത്താവിലില്ലാത്ത ഒക്കെ ഇയാളിലുണ്ട്. അങ്ങനെ ചിന്തിച്ചു തുടങ്ങി കുറച്ചുനാൾ കഴിയുമ്പോഴത്തേനായിരിക്കും സ്ത്രീ മനസ്സിലാക്കുന്ന ഭർത്താവിനുള്ള 5 പോസിറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ, ഭർത്താവിന്റെ 5 ഗുണങ്ങൾ ഈ പുതിയ ആളിലില്ല എന്നുള്ളത് പിന്നീട് ഭാര്യ മനസ്സിലാക്കും. ആ കാര്യങ്ങൾ കിട്ടാതായി വരുമ്പോൾ കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ പുതിയ ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ വരും. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ കുറച്ച് കുറവുകൾ മാത്രം നോക്കിയിട്ട് നിങ്ങൾ വേറൊരാളെ തേടിപ്പോയാൽ നിങ്ങളുടെ ഭർത്താവിൽ ഉണ്ടായിരുന്ന നന്മകൾ അയാളിൽ ഉണ്ടായെന്ന് വരികയില്ല. അതൊരു വലിയ പ്രശ്നം ഇൻ ഫ്യൂച്ചറിലാകും. അപ്പോൾ തൊട്ടതുമില്ല പിടിച്ചതുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ കൂടുതലും മാനസികമായിട്ട് നിങ്ങളെ തളർത്തും. നേരത്തെ ഉണ്ടായിരുന്നതായിരുന്നു ഇതിനേക്കാൾ ബെറ്റർ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരും. പഴയ കാരണവന്മാരൊക്കെ പറയുന്ന കേട്ടില്ലേ, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെയാണ് ദോഷം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഭർത്താവിന്റെ കുറവ് നോക്കി മറ്റൊരാളെ തേടിപ്പോയി കഴിഞ്ഞാൽ അവസാനം ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. പിന്നീട് നിങ്ങൾ പഴയ ബന്ധത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റുമോ? അതുമില്ല. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും സമാധാനത്തോടും കൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് സ്ത്രീകളോട് പറയാനുള്ളത്, തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ളൊരു ചിന്താഗതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. വിവാഹ ജീവിതം വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങളെ മാത്രമല്ല അത് ബാധിക്കുന്നത്, നിങ്ങളുടെ കുട്ടികൾ അതിനകത്ത് ഒരുപാട് സഫർ ചെയ്യും. കുട്ടികളുടെ ജീവിതം തന്നെ വേറൊരു രീതിയിലേക്ക് പോകും. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളും ഈ ഡൈവോഴ്സും ഒക്കെ ആയി കഴിയുമ്പോൾ അവരുടെ ഭാവി ജീവിതം കൂടെ വളരെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, അവിഹിത ബന്ധങ്ങൾക്ക് ഒന്നും കൂട്ടുനിൽക്കാതെ.